മറ്റൊരു വാർത്തയിലേക്ക് ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് ദല്ലാൽ നന്ദകുമാർ. ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തതയില്ല, ശോഭാ സുരേന്ദ്രൻ പറയുന്നത് തെറ്റാണെന്ന കാര്യവും പറയുന്നു. ഒപ്പം ശോഭ ഒരു തട്ടിപ്പുകാരിയാണ് എന്നും ദല്ലാൽ നന്ദകുമാർ ആവർത്തിക്കുന്നു. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എ.ടി. അശ്വതി ചേരുകയാണ്. അശ്വതി, ഈ ബി.ജെ.പിയിലേക്ക് മാറാനല്ല ഇ.പി. ജാവദേക്കറെ കണ്ടത്. ജാവദേക്കർ ഇ.പി.യെ വന്ന് കാണുന്നത് തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഡീലിനാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് തെറ്റാണ്. ഒന്ന്. രണ്ട്, തങ്ങളുടെ പക്കൽ നിന്ന് പല ആനുകൂല്യങ്ങളും പറ്റിയിട്ടുള്ള ആളാണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ ഒരു തട്ടിപ്പുകാരിയാണ്. ഇത്യാദി കാര്യങ്ങളാണ് ഇന്ന് പുതിയതായി ദല്ലാൽ നന്ദകുമാർ വിവരിച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? അജിംഷാദ് പ്രധാനമായും ഇന്ന് പറഞ്ഞിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ ഒരു തട്ടിപ്പുകാരിയാണ് എന്നുള്ള ഒരു വാദത്തിൽ ദല്ലാൽ നന്ദകുമാർ ഉറച്ചു നിൽക്കുന്നു. അതാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ ഇ.പി. ജയരാജനെ കാണാൻ വരുന്നത് ജാവദേക്കറും അതുപോലെ തന്നെ ദല്ലാൽ നന്ദകുമാറും കാണാൻ വരുന്നത് ബി.ജെ.പിയിലേക്ക് ക്ഷണിക്കാനല്ല, ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിനാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വാദം. അതായത് തൃശ്ശൂരിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടത്തുക എന്നതായിരുന്നു പ്രധാനമായും ഉദ്ദേശിച്ചിരുന്നത്. അവിടെ ബി.ജെ.പിക്ക് ആ സീറ്റ് പ്രധാനപ്പെട്ടതായിരുന്നു ആണ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും തൃശ്ശൂര് വേണം എന്നതായിരുന്നു ജാവദേക്കറിന്റെ ആവശ്യം. CPM സ്ഥാനാർത്ഥിയെ മാറ്റണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ഇ.പി.യെ കാണാൻ ജാവദേക്കറുമായി താൻ പോയത് എന്നും പറയുന്നു. ഒപ്പം തന്നെ വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതാണ് ജാവദേക്കർ മുന്നോട്ട് വെച്ചത്. അതായത് ഈ വൈദികം റിസോർട്ടിന്റെ കേസുമായി ബന്ധപ്പെട്ട് അത് മുന്നോട്ട് വെച്ചുകൊണ്ട് വിലപേശൽ നടത്തുകയാണ് ചെയ്തത് എന്നതാണ് നന്ദകുമാർ ഇപ്പോൾ പറയുന്നതിന്റെ ഒരു ചുരുക്കം. ജാവദേക്കർ ശ്രമങ്ങൾ നടത്തിയത് ഇത്തരത്തിലുള്ള ഈ വലിയ രീതിയിൽ, അതായത് നിരവധി ആളുകൾ, സിപിഎമ്മിന്റെ മാത്രമല്ല മറ്റ് പല ആളുകളെയും ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ ചർച്ചകൾ നടത്തുന്നതിനും ജാവദേക്കർ ശ്രമിച്ചിരുന്നു എന്നും ഇ.പി. ജയരാജൻ പറയുന്നു. ഇത് പ്രധാനമായും അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ആവശ്യം എന്ന് പറയുന്നത് രാജ്യസഭ എക്സ്റ്റൻഷൻ ആയിരുന്നു. അത് രാജ്യസഭയിൽ കുറെ കൂടി കാലം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ആവശ്യമാണ് പേഴ്സണലി ജാവദേക്കറിൽ ഉണ്ടായിരുന്നത് എന്നും ഇപ്പോൾ ദല്ലാൽ നന്ദകുമാർ ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. എന്തായാലും ഈ വിഷയങ്ങളോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ടി.ടി. നന്ദകുമാർ പറയുന്നുണ്ട്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് ഈ ലാവ്ലിൻ കേസ് വന്നിരുന്ന സമയത്ത് ഈ നന്ദകുമാറെ വിളിച്ചിരുന്നു. ഈ ലാവ്ലിൻ കേസ് ഒഴിവാക്കുന്നതിനും മറ്റുമായി ചില സഹായത്തിന് വേണ്ടി തന്നെ വിളിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കോട്ടയത്ത് വെച്ച്, അതായത് നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് നവകേരള യാത്ര നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ അന്നത്തെ യാത്ര നടത്തുന്ന സമയത്താണ് അദ്ദേഹം കോട്ടയത്ത് വെച്ച് താനുമായി ബന്ധപ്പെടുന്നത് എന്ന് പറയുന്നു. പിന്നീട് ചില ചാറ്റുകളും ഉണ്ടായിരുന്നു എന്നും നന്ദകുമാർ ഇപ്പോൾ മാത്രമല്ല VS-നെ സഹായിക്കാൻ വേണ്ടിയാണ് ലാവ്ലിൻ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന കാര്യവും നന്ദകുമാർ പറഞ്ഞിരുന്നു. എന്തായിരുന്നാലും നന്ദകുമാറിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളാണ് എ.ടി. അശ്വതി നൽകിയത്.